എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, മരിച്ചെന്നതിൻ്റെ ശേഷം ഒരു ഹിസാബ് ഉണ്ടാവും. മരിച്ചെന്നാലൊരു ഹിസാബ് ഉണ്ടാവും. ഹിസാബ് നടക്കുന്ന സമയത്ത് ഹദീസിൽ കാണാം, ഹിസാബ് നടക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പടച്ചോനോട് പറയും, പടച്ചോനെ എന്താടാ ജി എനിക്ക് ഇബാദത്ത് ചെയ്യാഞ്ഞെന്ന് ചോദിക്കും അല്ലാഹു തആല. അപ്പോൾ അവൻ പറയും, പടച്ചോനെ എനിക്ക് ഒരുപാട് തെങ്ങളപ്പും റബ്ബർ എസ്റ്റേറ്റും ജ്വല്ലറിയും സൂപ്പർ മാർക്കറ്റും ഒക്കെ കൂടിയാണ്ട് നോക്കി എത്തിയിട്ട് പിന്നെ അവസാനം നിക്കരിച്ചാൽ നേരം കിട്ടണ്ടേ, അതുകൊണ്ട് എന്നാലും ഞാൻ അത്യാവശ്യം ഫർളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സുലൈമാൻ നബിനെ കൊണ്ടുവരും. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരും. എന്നിട്ട് പറയും, എൻ്റെ അടിമയായ സുലൈമാനേക്കാൾ എനിക്ക് മുതലൊന്നുമില്ലല്ലോ, മൂപ്പർക്ക് എല്ലാവരും നേരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ വേറൊരാൾ വരും, പഠിച്ചോനെ ദണ്ണായിരുന്നു, കാലുമുട്ട് വേദന, ഊരവേദന, എപ്പോഴും ആശുപത്രിയിലായിരുന്നു, ഇടങ്ങേറായിരുന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരും. അങ്ങനെ തന്നെ ഉണ്ട് ഹദീസിൽ. ഞാൻ പറയുമ്പോൾ ഒന്ന് ചൊറുക്കൂട്ടി പറഞ്ഞിട്ടുണ്ടാവുന്നേ ഉള്ളൂ, സംഗതി ഹദീസിലുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരും. കൊടുന്നിട്ട് പറയുന്നത്, എൻ്റെ അടിമയായ അയ്യൂബിനേക്കാൾ ദണ്ണൊന്നും എനിക്കുണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. നമ്മൾ മരിച്ചെന്ന് ഹിസാബ് നടക്കുമ്പോൾ ആ കബറിൽ കിടക്കുന്ന മെയ്തിമുട്ടിയോലെ കൊടുന്നിട്ട് ചോദിക്കും, ഈ ആളെ കാലത്തല്ലേ ജീവിച്ചത് എന്ന് ചോദിക്കും. എന്നിട്ട് എന്തേ സുന്നത്ത് കരിച്ചാഞ്ഞത്, എന്നിട്ട് എന്തേ ഖുർആനോദാഞ്ഞത്, എന്നിട്ട് എന്തേ റമദാനിൽ ഈത്തിക്കാഫ് ഇരിക്കാഞ്ഞത് എന്ന് ചോദിക്കും. നമ്മളെ മുമ്പിലുള്ളൊരു മാതൃകയാണ്. ഒരു മനുഷ്യന് വലുതാവാൻ കഴിയും എന്നതിൻ്റെ തെളിവാണത്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, മരിച്ചെന്നതിൻ്റെ ശേഷം ഒരു ഹിസാബ് ഉണ്ടാവും. മരിച്ചെന്നാലൊരു ഹിസാബ് ഉണ്ടാവും. ഹിസാബ് നടക്കുന്ന സമയത്ത് ഹദീസിൽ കാണാം, ഹിസാബ് നടക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പടച്ചോനോട് പറയും, പടച്ചോനെ എന്താടാ ജി എനിക്ക് ഇബാദത്ത് ചെയ്യാഞ്ഞെന്ന് ചോദിക്കും അല്ലാഹു തആല. അപ്പോൾ അവൻ പറയും, പടച്ചോനെ എനിക്ക് ഒരുപാട് തെങ്ങളപ്പും റബ്ബർ എസ്റ്റേറ്റും ജ്വല്ലറിയും സൂപ്പർ മാർക്കറ്റും ഒക്കെ കൂടിയാണ്ട് നോക്കി എത്തിയിട്ട് പിന്നെ അവസാനം നിക്കരിച്ചാൽ നേരം കിട്ടണ്ടേ, അതുകൊണ്ട് എന്നാലും ഞാൻ അത്യാവശ്യം ഫർളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സുലൈമാൻ നബിനെ കൊണ്ടുവരും. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരും. എന്നിട്ട് പറയും, എൻ്റെ അടിമയായ സുലൈമാനേക്കാൾ എനിക്ക് മുതലൊന്നുമില്ലല്ലോ, മൂപ്പർക്ക് എല്ലാവരും നേരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ വേറൊരാൾ വരും, പഠിച്ചോനെ ദണ്ണായിരുന്നു, കാലുമുട്ട് വേദന, ഊരവേദന, എപ്പോഴും ആശുപത്രിയിലായിരുന്നു, ഇടങ്ങേറായിരുന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരും. അങ്ങനെ തന്നെ ഉണ്ട് ഹദീസിൽ. ഞാൻ പറയുമ്പോൾ ഒന്ന് ചൊറുക്കൂട്ടി പറഞ്ഞിട്ടുണ്ടാവുന്നേ ഉള്ളൂ, സംഗതി ഹദീസിലുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരും. കൊടുന്നിട്ട് പറയുന്നത്, എൻ്റെ അടിമയായ അയ്യൂബിനേക്കാൾ ദണ്ണൊന്നും എനിക്കുണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. നമ്മൾ മരിച്ചെന്ന് ഹിസാബ് നടക്കുമ്പോൾ